ഈ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പൊതുജനങ്ങളിലേക്ക് എത്തണ്ടേ? എത്രത്തോളം എത്തുന്നു? അതായത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത് ഒരു പരിധിവരെ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെ ചർച്ചയ്ക്ക് വിധേയമായിട്ട് PC ജോഷി എഴുതിയ കത്തും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കൊൽക്കത്ത തീസിസും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനവും അട്ടിമറി ശ്രമങ്ങളും ഒന്നും അധികം അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും അതൊരു വിപ്ലവത്തിൻ്റെ ഭാഗമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണ്. എന്താണ് ഇതിനൊക്കെ ചെയ്യാൻ കഴിയുക? അതിന് ചെയ്യാൻ കഴിയുന്ന ഇതിനെക്കുറിച്ചുള്ള സാഹിത്യം മുന്നേ വന്നിട്ടുണ്ട്. സത്യത്തിൽ പാർട്ടി തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യാധിഷ്ഠിതവാദമാണല്ലോ. ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സഖാക്കൾ തന്നെ ഈ കാര്യങ്ങൾ, കാരണം അവരിത് എഴുതി വെക്കാൻ കാരണം ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യം വരാൻ പോവുകയാണല്ലോ. ഈ സ്വർഗരാജ്യം വരാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യം വരാൻ പോവുകയാണ് എന്ന് ഈ പാവങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഇവരിതെല്ലാം രേഖപ്പെടുത്തി വെച്ചു. കാരണം ഭാവിയിൽ വിവിധ വിപ്ലവകാരികളായിട്ട് ഞങ്ങളാണല്ലോ അവരോധിക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെ എഴുതി വെച്ച രേഖകൾ ഇഷ്ടം പോലെയുണ്ട്. EMS അടക്കമുള്ളവർ കമ്മ്യൂണിസ്റ്റ്, പിന്നെ വേറെ കേരളത്തിൽ ധാരാളം സഖാക്കൾ, MV രാഘവനൊക്കെ അടക്കമുള്ളത്, ഇവരുടെ എല്ലാം ആത്മകഥ, ജീവചരിത്രം, ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ചരിത്രം, ഇതിലെല്ലാം ഭംഗിയായി ഇവരുടെ തന്നെ, അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട്. അതിനെ സമാഹരിച്ച് വീണ്ടും ഒന്ന് പുതുക്കി എഴുതുകയല്ല, ആ എഴുതിയതിനെ കോപ്പി ചെയ്താൽ മതി. അത് വീണ്ടും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ ഇവരുടെ ഈ കള്ളത്തരം ജനങ്ങൾ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇവരുടെ ഈ അട്ടിമറി പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, പാവങ്ങളെ കൊലയ്ക്ക് കൊടുത്തത്, ചതിച്ചത്, ഇവർ പറയുന്ന ഈ കപട വിപ്ലവങ്ങൾ മുഴുവൻ അത് കപട വിപ്ലവമായിരുന്നു എന്നും ഒരു സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടല്ല, ഒരു ജനങ്ങൾക്കും വേണ്ടിയിട്ടല്ല എന്നുള്ള ചരിത്രം അത് രേഖപ്പെടുത്തി വെച്ചതിനെ സമാഹരിച്ച് പുറത്തേക്ക് പ്രചരിപ്പിക്കുക മാത്രമേ വേണ്ടൂ. അത് സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റും, നമുക്കും അത് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഈ കമ്മ്യൂണിസത്തിൻ്റെ ഈ കാപട്യവും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ള. അപ്പോൾ അത്തരം പുസ്തകങ്ങൾ കൂടുതൽ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തനിനിറം ശരിക്കും നാട്ടുകാർ അറിയേണ്ടത് തന്നെയാണ്. ഇന്നത്തെ തലമുറ അറിയണം. ഇവർക്ക് പറ്റിയ ഒരു അബദ്ധം, ഇവർ ഈ സോഷ്യൽ മീഡിയയെ ചീത്ത വിളിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇത്രയും കാലം ഇപ്പോൾ ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നില്ല എന്നുള്ളത്. ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ഒരു കഴിവ്, ഒരു ഗുണമല്ല, ഒരു കഴിവ് എന്ന് പറയുന്നത് ഏത് നുണയെയും ഒരു മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ സത്യം പോലെ പറയാൻ അവർക്ക് കഴിയുന്നു. നമുക്ക് പറയുമ്പം ഒരു നുണയാണെന്ന് ഉള്ളിലുണ്ടെങ്കിൽ ഒരു ചമ്മൽ വരും, സ്വാഭാവികമായിട്ടും മുഖത്തത് വരും. സാധാരണ മനുഷ്യർക്കൊക്കെ അങ്ങനെയാണ്. നമ്മൾക്കെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ മനുഷ്യർക്കും നുണ പറയുമ്പോൾ ഒരു ചങ്കുളിപ്പുണ്ടാവും, മുഖത്തത് തെളിയും. അതാണല്ലോ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയും. പക്ഷേ എന്ത് പരിശീലനം കൊണ്ടാണെന്ന് അറിയത്തില്ല, ഏത് കമ്മ്യൂണിസ്റ്റുകാർ ചെറുതായാലും വലുതായാലും ഒരു ഉളുപ്പും കൂടാതെ നുണ പറയാൻ ഒരു മടിയുമില്ല. ഇപ്പോൾ ഞാൻ TP ചന്ദ്രശേഖരനെ കൊന്നു, അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങളല്ല കൊന്നത് എന്നവർക്ക് ഒരു ചമ്മലും കൂടാതെ അവർ പറഞ്ഞില്ലേ. എന്നതുപോലെ അവരിത്രയും കാലം ഈ നുണ അവർക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളതൊന്ന്. രണ്ടാമത് അവർ പറയുന്നതിനെ ആയിരുന്നു വാർത്തയായിട്ട് മാധ്യമങ്ങളെല്ലാം ആഘോഷിച്ച് കൊണ്ട് നടന്നിരുന്നത്. മിക്കവാറും അവർ വാർത്തെടുത്ത മാധ്യമപ്രവർത്തകരുമായിരുന്നല്ലോ സമീപകാലം വരെ കേരളത്തിലുണ്ടായിരുന്നു. ഈ ഇടപ്പള്ളി ചരിത്രം തന്നെ സമര ചരിത്രം എന്നൊക്കെ പറഞ്ഞാണ് പത്രങ്ങളിലൊക്കെ. അതെ, ഇന്നത്തെ പത്രങ്ങളിലൊക്കെ അത് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സമരചരിത്രമല്ല, അട്ടിമറി ചരിത്രമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് നുണ പറഞ്ഞാലും മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ഒറിജിനൽ സാധനം, അതിപ്പോൾ മിക്കവാറും ഇതെല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉണ്ട് താനും, ഈ ചരിത്രം മുഴുവൻ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് നഷ്ടം വന്നേക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. പൊതുമാധ്യമങ്ങളിൽ വരാത്ത, അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പറയാൻ മടിക്കുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരും. അതുകൊണ്ട് ഈ ചരിത്രമൊക്കെ സോഷ്യൽ മീഡിയയിലും വരുന്നു എന്നുള്ളതാണ്. അത് കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ചരിത്രം. അവരെഴുതി വെച്ച ചരിത്രം, അവരഭിമാനപൂർവ്വം കൊണ്ട് നടന്ന ചരിത്രം, അതെടുത്ത് വായിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും നമ്മളായിട്ട് എഴുതി ചേർക്കേണ്ടതില്ല. അത് ഏതായാലും ഒരു പ്രധാന പ്രയത്നമായിട്ട് കേരളത്തിലെ എല്ലാവരും, ബുദ്ധിജീവികൾ ഏതായാലും ചെയ്യില്ല, സാധാരണ എഴുത്തുകാരോ പറച്ചിലുകാരോ ഒക്കെ പറയുകയും എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് ഒരു മാർഗം.